السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നബിദിനം വളരെ വിപുലമായി നമ്മുടെ നാടെങ്ങും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ആഘോഷം നിഷിദ്ധമാണെന്നും അത് ഹറാമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്തതാണ്, അത് നരകത്തിലേക്കുള്ളതാണ് എന്ന് ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പരിസരം മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഇവർ പറയുന്ന വാദങ്ങൾക്ക്, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് വല്ല പ്രാമാണികമായ പിൻബലമുണ്ടോ എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മുൻഗാമികളാകുന്ന സ്വഹാബത്തുകളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്നതാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ആശയം തന്നെ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഒരു ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്വഹാബത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അത് നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്ന് പറയൽ തന്നെ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ പുതിയൊരു ആചാരമാണ്, പുതിയൊരു ആശയമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ആശയം തന്നെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ആ കാര്യം നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ പ്രമാണങ്ങളിലോ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന നിയമങ്ങളിലോ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമ്മുടെ പള്ളികൾക്കൊക്കെ മിനാരം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പള്ളിയുടെ മുകളിൽ നല്ല ഉയരത്തിൽ മിനാരമുണ്ടാക്കിയിട്ട് പള്ളിയെ പെട്ടെന്ന് ആകർഷിക്കുന്ന വിധത്തിലേക്ക് ആക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് എത്രയോ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഒരൊറ്റ പള്ളിക്കും മിനാരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ മിനാരം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിലുണ്ട്. അപ്പൊ ഇതൊക്കെ നരകത്തിലേക്ക് പോകുന്ന കാര്യമാണെന്ന് പറയേണ്ടി. എന്തേ അന്ന് സ്വഹാബത്തിന് ഈ പുണ്യം വേണ്ടേ? മിനാരം ഉണ്ടാക്കുക എന്ന പുണ്യം എന്തേ സ്വഹാബത്തിന് വേണ്ടായിരുന്നു? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? അത്ര നല്ല പുണ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് പഠിപ്പിച്ചിട്ടില്ല? അപ്പൊ മിനാരം ഉണ്ടാക്കൽ പുണ്യമില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ മിനാരം ഉണ്ടാക്കൽ പുണ്യമുള്ള കാര്യമല്ല എങ്കിൽ മിനാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പള്ളിക്ക് സംഭാവന ചെയ്താൽ ആ സംഭാവനക്ക് കൂലി കിട്ടൂല എന്ന് പറയേണ്ടി വരും. കാരണം റസൂൽ ചെയ്തിട്ടില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരുപാട് പള്ളികൾ ഉണ്ടാക്കി, പക്ഷെ ഒരൊറ്റ പള്ളിക്കും മുകൾ തട്ടുണ്ടാക്കിയിട്ടില്ല. ഇന്ന് നമ്മുടെ പള്ളിക്ക് മുകളിൽ അട്ടിയായി ഒരുപാട് അട്ടികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. മൂന്ന് തട്ട് അല്ലെങ്കിൽ 4 തട്ട്, ഇങ്ങനെ ഒരുപാട് തട്ടുകളായിട്ട് നമ്മൾ പള്ളികൾ ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയ ഒരൊറ്റ പള്ളിക്കും തട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് പള്ളികൾക്ക് മുകളിൽ തട്ടുകൾ ഉണ്ടാക്കാൻ പറ്റില്ല? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തട്ടുണ്ടാക്കിയിട്ടില്ല. അപ്പോ ഈ ആശയം തന്നെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല, അത് നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഒരു ആശയമാണ്. അപ്പൊ നബിദിന ആഘോഷം ബിദ്അത്താണ് അല്ലെങ്കിൽ നരകത്ത് പോകുന്നതാണ് എന്നല്ല പറയേണ്ടത്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയൽ അത് എന്താണ്? ബിദ്അത്താണ്, നരകത്തിൽ പോകുന്ന കാര്യമാണെന്ന് പറയേണ്ടത്. ഇസ്ലാമിൽ കടത്തിക്കൂട്ടൽ ഇല്ലാത്ത ഒന്നുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അനുവദനീയമായ ഒരു കാര്യം അനുവദനീയമല്ല എന്ന് പറയലും അതും പുതിയ ആശയം ഉണ്ടാക്കലാണ്. ഇസ്ലാമിൽ അനുവദിച്ച ഒരു കാര്യം, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിൽ അനുവദിക്കുന്ന ഒരു കാര്യം അനുവാദമില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയലും അതും പുതിയൊരു ആശയം ഉണ്ടാക്കലാണ്. അപ്പൊ നബിദിനം പ്രാമാണികമായി നമ്മൾ നോക്കുമ്പോൾ, നബിദിനം ആഘോഷിക്കൽ പ്രാമാണികമായി നാം വിലയിരുത്തുമ്പോൾ അതിന് കുഴപ്പമില്ല എങ്കിൽ, അത് പ്രമാണത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ അതിന് വിരോധമില്ല എങ്കിൽ, പിന്നെ അത് അനുവദനീയമല്ല എന്ന് പറയൽ അത് ഇസ്ലാമിലേക്ക് പുതിയൊരു ആശയം കടത്തിക്കൂട്ടലിന് സമാനമായി. അതാണ് കടുത്ത ബിദ്അത്ത്, അതാണ് നരകത്തിൽ പോകുന്നത്. ഇനി നമുക്ക് നബിദിനാഘോഷം പ്രാമാണികമാണോ, അതിന് പ്രമാണങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് നബിദിനാഘോഷം. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നബിദിനാഘോഷം? നമ്മുടെ നാടുകളിൽ സാധാരണ നബിദിനാഘോഷം എങ്ങനെ ഉണ്ടാവാറുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ നാടുകളിൽ എന്തൊക്കെ നടക്കും? റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ ഒന്നാമതായി നടക്കുന്നതാണ് പള്ളികളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലൂദ് ഓതും. എന്താ ഈ മൗലൂദ് എന്ന് പറഞ്ഞാൽ? തങ്ങളുടെ മദ്ഹ്, തങ്ങളുടെ മഹത്വം അത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഉണ്ടാവും. എന്നിട്ട് അത് ചൊല്ലുക, അതിന് ജവാബ് ചൊല്ലുക, ദുആ ചെയ്യുക, പിരിയുക, ഭക്ഷണം കൊടുക്കുക. ഇതാണ് ഒന്നാമത് നടക്കുന്ന റബീഉൽ അവ്വൽ നടക്കുന്ന ഒരു കാര്യം. രണ്ടാമത് നടക്കുന്ന കാര്യം, നമ്മുടെ മദ്രസകളിലൊക്കെ ഓരോ മഹല്ലത്തിലും മദ്രസ ഉണ്ടാകും. ആ മദ്രസകളിൽ
കുട്ടികളുടെ നബിദിന പരിപാടികളുണ്ടാവും. എന്താ നബിദിന പരിപാടി നടക്കുന്നത്? ഓരോ കുട്ടികളും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നു, തങ്ങളുടെ മഹത്വം പറയുന്നു, തങ്ങളുടെ ചെറുപ്പകാലം, അതുപോലെ തന്നെ പിന്നീടുള്ള തങ്ങളുടെ പെരുമാറ്റം, സ്വഭാവം, ജനങ്ങൾ എന്തെല്ലാം തങ്ങളെ കൊണ്ട് മനസ്സിലാക്കി, തങ്ങൾ ആരെല്ലാം ഇടങ്ങാറാക്കി, ഇത് പറയുന്ന ചരിത്ര കഥകൾ, പ്രസംഗങ്ങൾ, ഇങ്ങനെ മദ്ഹ് പ്രസംഗങ്ങളും അതുപോലെ നബി തങ്ങളുടെ ചരിത്രവും എന്ത് ചെയ്യുന്നു? അയവിറക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പാട്ട് പാടുന്നു, തങ്ങളുടെ മദ്ഹ് ഗാനങ്ങൾ നടത്തുന്നു. ഇതാണ് നബിദിന പരിപാടി എന്ന് പറഞ്ഞ് നമ്മുടെ മദ്രസയിൽ നടക്കുന്ന ഒരു കാര്യം. പിന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യമാണ് ദഫ് പ്രോഗ്രാം. നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ഒരുമിച്ച് കൂടി പാട്ട് പാടി ദഫ് നടത്തുന്നു. അതേപോലെ തന്നെ മറ്റൊന്നാണ് നബിദിന റാലി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഘോഷവും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മഹല്ലത്തിലെ പൗരപ്രമുഖരും അതുപോലെ തന്നെ നാട്ടുകാരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അതിൽ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, റസൂലുള്ളാഹിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നു, ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു പ്രകടനമാണ് റാലി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നാലാമതായി കാണുന്നത്. പിന്നീട് മദ്ഹുർ റസൂൽ പ്രഭാഷണം. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായി നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 കാര്യത്തിൽ ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തത്? ഏതാണ് സ്വഹാബത്ത് പഠിപ്പിക്കാത്തത്? ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് കൊട്ടിഘോഷിക്കുന്നതിന് പകരം നബിദിനാഘോഷം എന്താണെന്ന് ആദ്യം പഠിക്കുക. എന്നിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ എന്ത് കുഴപ്പമുള്ളത് എന്ന് നമ്മൾ നോക്കുക. ഒന്നാമത് നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലുക, ആ മദ്ഹ് ചൊല്ലുകയും അതുപോലെ തന്നെ മദ്ഹ് ഗദ്യ രൂപത്തിൽ പറയുകയും ചെയ്യുക. ഇതാണ് പള്ളികളിൽ നമ്മൾ നടക്കുന്നത്. അതിനിഷ്ടം പോലെ തെളിവുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ മറുവിഭാഗത്തുള്ള ആളുകൾ നിഷേധിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമില്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഓ വിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്തും സലാമും ചെയ്യണം, ചൊല്ലണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യുസല്ലൂന അല്ലെങ്കിൽ സല്ലു എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരണം കൊടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തണം എന്നാണ്. സനാഉഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുക. അപ്പൊ സ്വല്ല യുസല്ലി എന്നൊക്കെ പറഞ്ഞാൽ തങ്ങളെ പുകഴ്ത്തലാണ്. അപ്പൊ തങ്ങളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ കൽപ്പിക്കുമ്പോൾ പിന്നെ പുകഴ്ത്താൻ പാടില്ല എന്ന് പറയുന്നതല്ലേ ഇസ്ലാമിക വിരുദ്ധം? റസൂൽ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ്? സനാഉഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പുകഴ്ത്തലാണ് സ്വലാത്ത്. അപ്പോ എല്ലാ മദ്ഹുകളും, എല്ലാ മൗലീദാണെങ്കിലും, മങ്കൂസ് മൗലൂദാണെങ്കിലും, ഷറഫല ഏത് മൗലൂദാണെങ്കിലും അത് സനാഉ റസൂലുള്ളാഹിനെ പുകഴ്ത്തലാണ്. റസൂലുള്ളാഹിനെ പുകഴ്ത്തലോ എല്ലാ റസൂലുള്ളാഹിനെ പുകഴ്ത്തലും സ്വലാത്താണ്. അപ്പോ നമ്മൾ ചെല്ലുന്നതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ പരിധിയിൽ വരുന്നത്, അഥവാ സ്വലാത്തായിട്ടാണ് ഇത് കണക്ക് ഗണിക്കുക. നമ്മൾ ചൊല്ലുന്ന ഓരോ മദ്ഹുകളും റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ മൗലിദുകളും അതൊക്കെ സ്വലാത്തുകളാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിലാണ് നമ്മൾ ചൊല്ലുന്ന ഓരോ മൗലിദുകളും വരിക. ഇനി മൗലിദ് ഇഷ്ടംപോലെ തെളിവുകൾ, മദ്ഹ് പറയുന്നതിന് ഇഷ്ടംപോലെ തെളിവുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി ഹദീസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ 1155-ാമത്തെ ഹദീസായി കൊണ്ടുവരുന്ന ഹദീസിൽ കാണാം എന്താണ്? പാട്ട് രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാട്ട് രൂപത്തിൽ തന്നെ പാടിയത് കാണാം. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതു ഇന്നമാ ഖാല വാഖിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മദാജിഉ. വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പദ്യരൂപത്തിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സംഭവമാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി പള്ളിയിൽ പ്രത്യേകം ഒരു സ്റ്റേജ് തയ്യാറാക്കിയിരുന്നു എന്ന് തന്നെ ഹദീസുകൾ കാണാൻ കഴിയും. ബുഖാരിയിൽ തന്നെയുള്ള സംഭവമാണത്.
യളഉ ലിഹസ്സാന മിമ്പറൻ ഫിൽ മസ്ജിദി യഖൂമു അലൈഹി ദായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പ്രൗഢി നടിക്കാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതിനുവേണ്ടി ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക ഒരു സ്റ്റേജ് തന്നെ തയ്യാറാക്കിയിരുന്നു എന്ന് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ദുആ ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും നമ്മൾ പരിശോധിച്ചാൽ മദ്ഹ് പറയാം, മദ്ഹ് ചൊല്ലാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. അത് ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ദഫ് മുട്ടലാണ് രണ്ടാമത് നമ്മളെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ പള്ളിയിൽ നിന്ന് പറയുന്നു, പിന്നെ പദ്യരൂപത്തിൽ പറയുന്നു. പിന്നെ കുട്ടികളും അതുപോലെ തന്നെ കുട്ടികൾ നബിയുടെ മദ്ഹ് പാടുന്നു, മദ്ഹ് പ്രസംഗിക്കുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ വിടും. പിന്നെ ഉള്ളത് ഒരു ദഫ് മുട്ടലാണ്. ദഫ് മുട്ടൽ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ അല്ലേ? ഉണ്ട്. നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ തന്നെ കാണാം. എന്താണ്? دخل علي النبي صلى الله عليه وسلم غداة بني علي فجلس على فراشي كمجلسك مني وجويريات يضربن بالدف. ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നു, ബദരീങ്ങളുടെ മദ്ഹ് പറയുന്നു എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത 4001 ഹദീസായിട്ട് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ തന്നെ ഇത് കാണാം. അപ്പൊ ദഫ് മുട്ടലും റസൂലുള്ളാഹിന്റെ കാലത്ത്. അപ്പൊ ദഫ് മുട്ടലുണ്ട്, മദ്ഹ് പറയലുണ്ട്, മദ്ഹ് പാടലുണ്ട്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുണ്ട്. ഇനി എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കൊടി ഉയർത്തലാണ് അല്ലെ? ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടി ഉയർത്തൽ ചടങ്ങ് നടത്തും. ഈ കൊടി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ട് കൊടി. യുദ്ധങ്ങൾക്കൊക്കെ കൊടി ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഇതുമായി ഒരു പ്രത്യേക ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടി ഉയർത്തുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വിളിച്ചോദിക്കാൻ വേണ്ടി, റബീഉൽ അവ്വൽ എത്തിയിട്ടുണ്ടെന്ന ആ ഒരു മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു അടയാളം എന്നോളം നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടി ഉയർത്തുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മിനാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി ചെയ്തിട്ടില്ല എങ്കിലും എന്ത് നമുക്ക് പറ്റും? ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. അതുകൊണ്ട് എന്ത് പറ്റും? കൊടി ഉയർത്തുന്നതിനും വിരോധമില്ല. ഒരു കാര്യം ഹറാമാണെന്നുള്ളതിനും വ്യക്തമായ തെളിവാണ്. നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഹറാമാവില്ല. ഒരു കാര്യം റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല എന്നുകൊണ്ടും ഹറാമാവില്ല. മറിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന ഒരു നിരോധന ശറഇന്റെ ഭാഗത്തുനിന്ന്, റസൂലുള്ളാഹിന്റെ ഭാഗത്തുനിന്നോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിരോധിക്കാൻ പാടുള്ളൂ. അപ്പോ ഇവിടെ കൊടി ഉയർത്തുക എന്ന് പറയുന്ന സമ്പ്രദായവും അത് നമുക്ക് പ്രാമാണികമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇനി റാലി. എന്താണ് റാലി നടക്കുന്നത്? റാലിയിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെയാണ്. പരിശുദ്ധ ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കൊടികളുമായി റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കുട്ടികളും പിന്നെ എല്ലാവരും, ജനങ്ങളെല്ലാവരും ഇങ്ങനെ മഹല്ലിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ പാട്ട്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടുമാണ് നടക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ മദ്ഹ് നിന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കാനും നിന്നുകൊണ്ട് പാടാനും പറ്റുമെങ്കിൽ നടന്നുകൊണ്ട് പാടുന്നതിന് കുഴപ്പമില്ല. അല്ല, റാലി ആകുമ്പോൾ അത് നടന്നിട്ടാകുമ്പോൾ അത് ഹറാമാകും. ഒരിടത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന വാദം അതും ഇസ്ലാമികമല്ല. അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതാണ്. അപ്പൊ റാലി റസൂലുള്ളാഹിന്റെ കാലത്തിൽ പ്രത്യക്ഷമായിട്ടില്ല എങ്കിലും നമുക്ക് പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം വിളിച്ചോദിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ നമുക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട് റാലി നടത്തിയാലും അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് നരകത്തിൽ പോകുന്ന കാര്യമാണെന്ന് പറയാൻ യാതൊരു വകുപ്പുമില്ല. ഇനി അവസാനമായി നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? മദ്ഹുർ റസൂൽ പ്രഭാഷണങ്ങളാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു എന്ന ആയത്തിന്റെ പരിധിയിൽ തന്നെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയും. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക, നബി തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുക, ഇതെല്ലാം ഒരുമിച്ച് കൂടിയ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളുമാണ് നബിദിനം ആഘോഷം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ അതെല്ലാം വിശുദ്ധ ഖുർആനിനും തിരു ഹദീസിനും പ്രമാണബദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ പിന്നെ ഇതെല്ലാം കൂടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൊണ്ടുവരുന്നതാണ് കുഴപ്പമെങ്കിൽ നമുക്ക് ഓരോ മാസമാക്കാം. നിങ്ങൾ മുഹറം മാസത്തിൽ നടത്തിക്കോളി, ഞങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ നടത്താം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അപ്പൊ അതുകൊണ്ട് ഈ നബിതങ്ങളുമായി സന്തോഷിക്കേണ്ട വിഷയങ്ങളും നബിതങ്ങളുടെ മദ്ഹ് പറയേണ്ടതും ഏറ്റവുമായി ബന്ധപ്പെട്ട ദിവസം അത് റബീഉൽ അവ്വൽ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് അതല്ലേ. നിങ്ങൾക്ക് അതിന് വിരോധമുണ്ടോ? നിങ്ങൾ മുഹറത്തിലോ അല്ലെങ്കിൽ റബീഉൽ ആഖിറിലോ ജുമാദുൽ ഊലയിലൊക്കെ നടത്തിക്കോളൂ.
ഇത് റബീഉൽ അവ്വൽ ആകുമ്പോൾ വലിയ തെറ്റും റബീഉൽ അവ്വൽ അല്ലാത്ത മാസമായാൽ അനുവദനീയം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമികമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വൽ റസൂലുള്ളാഹി ജനിച്ച മാസമായതുകൊണ്ട് പാടില്ല എന്നതാണെങ്കിൽ, റസൂലുള്ളാഹി മദീനത്ത് വന്നപ്പോൾ അവിടുത്തെ സ്വഹാബത്തും അതുപോലെ തന്നെ മുഹാജിറുകളും അൻസാറുകളും എല്ലാം റസൂലുള്ളാഹിനെ വരവേറ്റില്ലേ? അത് റബീഉൽ അവ്വലിലായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി പറയണ്ടേ, ഇത് ഞാൻ ജനിച്ച മാസമാണ്, ഞാൻ ജനിച്ച മാസത്തിൽ എന്നെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല, അത് നരകത്ത് പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് എല്ലാവരും ത്വലഅൽ ബദ്ർ ചൊല്ലൽ നിർത്തണം എന്നല്ലേ പറയേണ്ടത്? എന്നെ നിങ്ങൾ വരവേറ്റുകൊണ്ട് ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നിങ്ങൾ നിർത്തണം, കാരണം റബീഉൽ അവ്വൽ സന്തോഷിക്കാൻ പാടില്ല എന്നല്ലേ റസൂലുള്ളാഹി പറയേണ്ടത്? പറഞ്ഞോ? നിങ്ങൾ ചിന്തിക്കൂ, പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോ പാടില്ല എന്ന് പറയണമെങ്കിലും, ഇസ്ലാമിൽ ഒരു കാര്യം പാടില്ല എന്ന് പറയണമെങ്കിലും അതിനും തെളിവ് വേണം. ഈ പ്രമാണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് റബീഉൽ അവ്വലാണ്. കാരണം റബീഉൽ അവ്വലാണ് റസൂലുള്ളാഹി ജനിച്ചത്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിന് പ്രത്യേകമായ ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാലിക ഫീഹി ഉലിത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ അന്നാണ് ജനിച്ചത്, തിങ്കളാഴ്ച ദിവസത്തിൽ ഞാൻ അന്നാണ് ജനിച്ചതെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ. അപ്പോ നേരെ മറിച്ച് ജനിച്ച ദിവസത്തിന് ഒരു പ്രാധാന്യവും ഇല്ല എങ്കിൽ എന്തിനാ ജനിച്ച കാര്യം പറയേണ്ട ആവശ്യം? അന്ന് അള്ളാഹു നോമ്പൊക്കെ നിങ്ങൾക്ക് സുന്നത്താക്കിയാണ്, നോമ്പ് പറ്റാൻ മതി എന്നല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ അത് ചോദിക്കാൻ നിൽക്കണ്ടാല് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ പറയേണ്ടത്? മറിച്ച് റസൂലുള്ളാഹിനോട് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ? ഫീഹി ഉലിത്തു, ഞാൻ അന്നാട്ട ജനിച്ചത്, എന്റെ ജന്മദിനാണ് അന്ന്, അത് നിങ്ങൾ ചെറിയ ദിവസമായിട്ട് കണക്കാക്കണ്ട, അന്ന് നിങ്ങൾ നോമ്പ് നോറ്റിട്ട് ആ ദിവസത്തെ നിങ്ങൾ പരിഗണിക്കുക. അപ്പൊ ആ ദിവസത്തിന് പരിഗണന ഉണ്ട്. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിന് പരിഗണന ഉണ്ട്. അപ്പൊ ജനിച്ച ദിവസം, ആ ജനിച്ച ദിവസം എന്ന് പറയുന്നത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. റസൂലുള്ളാഹി ജനിച്ച ദിവസം പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് ആ ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നബിദിനം ആഘോഷമായി ഇന്ന് നമ്മൾ കൊണ്ടെടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും പ്രമാണബദ്ധമാണ്, പ്രമാണത്തിന് വിരുദ്ധമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു